ഹായ് ഫ്രണ്ട്സ്, ആരോൺ ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നെയ്മറുടെ സ്റ്റോറിയാണ്. 1992 ഫെബ്രുവരി 5 ബ്രസീലിലെ മുഗ്ദാസ് ക്രൂസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നെയ്മർ ജനിക്കുന്നത്. ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു നെയ്മറുടെ ജീവിതം. 1-ാമത്തെ വയസ്സിൽ കാർ അപകടത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി നെയ്മർ രക്ഷപ്പെടുന്നു. എന്നാൽ വിധിയെ പോലും തോൽപ്പിച്ചുകൊണ്ട് തൻ്റെ 17-ാമത്തെ വയസ്സിൽ സാന്റോസ് ടീമിന് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. സാന്റോസിൻ്റെ മിന്നും പ്രകടനങ്ങൾ ഓരോ സാന്റോസ് ആരാധകരും മറക്കാൻ ഇടയില്ല. സാന്റോസിന് വേണ്ടി കളിച്ചതിന് ശേഷം അദ്ദേഹം 2013 ബാഴ്സലോണയിലേക്ക് പോയി. ബാഴ്സലോണയിൽ ഒരു പുതിയ ത്രയം പിറവികൊള്ളുന്നു. അതെ, MSN, മെസ്സി, സുവാരസ്, നെയ്മർ. നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ഓർമ്മ ഉണ്ടായി കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ 2015 MSന് ശേഷം 2017 നെയ്മർ PSG പോയി. റെക്കോർഡ് ട്രാൻസ്ഫറിനെ തുടർന്ന് MSN എന്നത് വെറും ഓർമ്മ മാത്രമായി മാറി. തീർച്ചയായും ആ ത്രയം എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. നെയ്മർ PSG കളിക്കുന്ന സമയത്ത് നിരവധി അധികം പരിക്കുകളാണ് നെയ്മറിനുണ്ടായത്. മൈതാനത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ജീവിതം അയാളുടെ തന്നെ ശത്രുവായി മാറുന്നതും ലോകം മുഴുവനും നോക്കിക്കണ്ടു. അടിക്കടിയേറ്റ പരിക്കുകൾ കാരണം അദ്ദേഹത്തിന് വലിയ തിരിച്ചടികളും ഉണ്ടായി. എന്നാൽ നെയ്മറുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. നിലവിൽ 34 വയസ്സുകാരനായ നെയ്മർ ഇപ്പോൾ സാന്റോസിന് വേണ്ടി കളിക്കുകയാണ്. ആ പഴയ മിന്നും പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമോ? കാത്തിരുന്ന് കാണാം. നിങ്ങളെപ്പോലെ ഞാനും. ആരോൺ ഡോക്സ് സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് ലോട്ട് ഓഫ് റെസ്പെക്ട്. എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ആരോൺ ഡോക്സ് സൈനിങ് ഓഫ്.